Hi friends, welcome to a new class from English with SC. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 5-day പ്രാക്ടീസിൻ്റെ ഡേ 1 കഴിഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നാം 2 ഫ്രണ്ട്സ് തമ്മിൽ അവരുടെ സംസാരങ്ങളും അതിൽ നാം ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന രീതിയിലുള്ള കോൺവെർസേഷനാണ് നാം ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ ഓരോരോ ടെൻസ് ഫോംസും അതുപോലെ നമ്മൾ പഠിച്ച ശൈലികളെല്ലാം മനസ്സിലൊന്ന് ഉൾക്കൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായി ബന്ധപ്പെടുക. അതിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ റീഡിങ്, റൈറ്റിംഗ്, വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ മറന്നു പോകാതിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇവിടെ കോൺവെർസേഷനിൽ ആദ്യം ഒരാൾ ചോദിക്കുന്നു, ഹായ്, ഹൗ ആർ യു? നമ്മൾ പഠിച്ചതാണ്. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ യു, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ? അപ്പോൾ ബി പറയാണ്, യെസ് ഐ ആം ഗ്രേറ്റ്, വാട്ട് അബൌട്ട് യു, എന്തുണ്ട്, നിനക്ക് സുഖമാണോ? അപ്പോൾ വീണ്ടും എ പറയുന്നു, ഫൈൻ ഡിയർ. എന്നിട്ട് ചോദിക്കുകയാണ്, ഡിഡ് യു ഹിയർ അബൌട്ട് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്? നീ ഇന്നലെ നടന്ന പാർട്ടിയുടെ കാര്യം കേട്ടിരുന്നോ? അപ്പം നോക്കൂ, ഡിഡ് യു ഹിയർ, ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രി. കഴിഞ്ഞ ദിവസം രാത്രി ആകുമ്പോൾ എന്താണ്, ഡിഡാണ് വരുന്നത്. അപ്പോൾ ബി പറയാണ്, യാ ഐ ഹേർഡ് ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ്, ഐ വിഷ് ഐ ഹാഡ് ഗോൺ. ഐ വിഷ് ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കണ്ടോ, കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ കേട്ടു, അതൊരു അടിപൊളിയായിരുന്നു, ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ്. അപ്പം ഹേയ്, ഡിഡ് യു ഹിയർ അബൌട്ട് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്? യാ ഐ ഹേർഡ് ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ്, ഐ വിഷ് ഐ ഹാഡ് ഗോൺ. ഏ പറയുന്നു, വെൽ യു മിസ്ഡ് ഔട്ട്, ഇറ്റ് വാസ് സോ മച്ച് ഫൺ, എവ്രി വൺ വാസ് ഡാൻസിങ് ആൻഡ് ലോഫിങ്. ഓ, അത് നീ എന്താണ് മിസ്സായിപ്പോയി നിനക്ക്, യു മിസ്ഡ് ഔട്ട്. അത് ഇറ്റ് വാസ് സോ മച്ച് ഫൺ, ഭയങ്കര ഫണ്ണായിരുന്നു, എല്ലാവരും ഡാൻസ് ചെയ്തു, ലാഫ് ചെയ്തു. അപ്പം ബി പറയുന്നു, സൗണ്ട്സ് ലൈക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അത് കേട്ടിട്ട് വല്ലാത്തൊരു സമയമായിരുന്നു തോന്നുന്നു. വാട്ട് ടൈം ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? എത്ര മണിക്ക് അത് തുടങ്ങി? വാട്ട് ടൈം ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? അപ്പോൾ പറയാണ്, it started around 8 p.m. but I didn't get there until 9 p.m. because I stuck in traffic. അപ്പോൾ അത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു? 8 മണിക്ക് തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ്, കണ്ടോ, ഇറ്റ് സ്റ്റാർട്ടഡ്. പക്ഷേ ഐ ഡിഡൻറ്റ് ഗെറ്റ് ദെയർ, ഞാൻ എത്തിയില്ല, അൺടിൽ 9 p.m. 9 മണി വരെയും. ബിക്കോസ് ഐ സ്റ്റക്ഡ് ഇൻ ട്രാഫിക്, ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി, സ്റ്റക്ഡ്. അപ്പോൾ അത് കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഡിഡ് വെർബ്സ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ബി പറയാണ്, ഓ നോ ദാറ്റ് സൗണ്ട് സ്ട്രെസ്ഫുൾ. ഓ, അത് കഷ്ടമായിപ്പോയി എന്നാണ്. ഹൗ ലോങ് യു സ്റ്റക്ഡ് ദെയർ? അപ്പോൾ നീ എത്ര സമയം അവിടെ സ്റ്റക്കായിപ്പോയി. അത് നമ്മൾ കോൺവെർസേഷനിലാണ് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം പറയുന്നു, ഐ സ്റ്റക്ഡ് ഫോർ അബൌട്ട് ആൻ അവർ. ഒരു മണിക്കൂറോളം ഞാൻ അതിനകത്തായിപ്പോയി. ബട്ട് ലക്ലി ഐ മേഡ് ഇറ്റ് ഇൻ ടൈം ഫോർ ദ മെയിൻ ഇവൻറ്റ്. സമയത്ത്, മെയിൻ ഇവൻറ്റിൻ്റെ സമയത്ത് ഞാനിങ്ങ് എത്തി. അപ്പോൾ കണ്ടോ, നോക്കൂ, ഇറ്റ് സ്റ്റാർട്ടഡ് അറൗണ്ട് 8 p.m. ബട്ട് ഐ ഡിഡൻറ്റ് ഗെറ്റ് ദെയർ അൻറ്റിൽ 9 p.m. ബിക്കോസ് ഐ സ്റ്റക്ഡ് ഇൻ ട്രാഫിക്. ഓ നോ ദാറ്റ് സൗണ്ട് സ്ട്രെസ്ഫുൾ. ഹൗ ലോങ് യു സ്റ്റക്ഡ് ദെയർ? I stuck for about an hour, but luckily I made it in time for the main event. That's good to hear. Who else was there? പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ആരൊക്കെ ഉണ്ടായിരുന്നു? Everyone from our group was there. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പ്ലസ് സം അതർ ഫ്രണ്ട്സ് ഫ്രം വർക്ക്. പിന്നെ വർക്കിലുള്ള കുറച്ച് മറ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു,
ഞാൻ ബെറ്റ് വെക്കുക. അതായത് എനിക്ക് അത് കേട്ടിട്ട് നിനക്ക് ധാരാളം അവിടെ നിന്ന് ലഭിച്ചു എന്ന് വെച്ചാൽ നീ ധാരാളമായിട്ട് അവിടെ നിൻ്റെ മൊമെൻറ്റ്സ് അവിടെ ഷെയർ ചെയ്യാൻ നിനക്ക് പറ്റി. അപ്പം പറയാണ് യാ we did. We talked about work, life and our plans for the future. ധാരാളം കാര്യങ്ങൾ നമ്മളവിടെ സംസാരിച്ചു. അപ്പോൾ ചോദിക്കുന്നത് സൗണ്ട്സ് ലൈക്ക് എ ടിപ്പിക്കൽ പാർട്ടി കോൺവെർസേഷൻ. കേട്ടിട്ടൊരു വളരെ ടിപ്പിക്കലായ ഒരു പാർട്ടി കോൺവെർസേഷൻ പോലെ ഉണ്ടല്ലോ. ഡിഡ് യു മീറ്റ് എനിവൺ ന്യൂ? നീ ആരെങ്കിലും പുതിയ ആളുകളെ കണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? പറയുന്നു എവ്രി വൺ ഫ്രം അവർ ഗ്രൂപ്പ് വാസ് ദെയർ പ്ലസ് സം അതർ ഫ്രണ്ട്സ് ഫ്രം വർക്ക്. അപ്പോൾ ബി പറയുന്നു നൈസ്, ഐ ബെറ്റ് യു ഹാഡ് എ ലോട്ട് ടു ക്യാച്ച് അപ്പ് ഓൺ. Yeah, we did. We talked about work, life, and our plans for the future. Sounds like a typical party conversation. Did you meet anyone new? Paperani, yeah. I met a guy named Jack. He's from Australia and he's traveling around the world. ഞാനൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. എന്താണ് പേര്? ജാക്ക് എന്നാണ്. എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാണ്. വൗ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഡിഡ് യു ഗേസ് ടോക്ക് അബൌട്ട്? എന്താണ് അവർ സംസാരിച്ചത്? അപ്പോൾ നോക്കൂ, അവിടെ ആ ഒരു ടോക്കിങ്ങിനെ പറ്റി എന്താണ്, പുതിയവരെ ആരെങ്കിലും കിട്ടിയോ? എന്താ നിങ്ങൾ സംസാരിച്ചത്? We talked about his travels, his favorite places and his experiences so far. അപ്പോൾ എന്തൊക്കെ സംസാരിച്ചു? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രകളെപ്പറ്റി, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെപ്പറ്റി, അതുപോലെ അനുഭവങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. That sounds fascinating. I wish I could travel like that someday. അത് കേട്ടിട്ട് തന്നെ എനിക്കും അതുപോലെയൊന്ന് പോകാൻ. ഐ വിഷ് ഐ കുഡ് ട്രാവൽ ലൈക്ക് ദാറ്റ് സം ഡേ. എന്നെങ്കിലും ഒരിക്കൽ എനിക്കും അങ്ങനെയൊന്ന് പോകാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നോക്കൂ, അദ്ദേഹം ചോദിക്കുകയാണ്, ഡിഡ് യു മീറ്റ് എനിവൺ ന്യൂ? യാ, ഐ മെറ്റ് എ ഗേ നെയ്മഡ് ജാക്ക്. ഹീസ് ഫ്രം ഓസ്ട്രേലിയ and he is traveling around the world. Wow, that's interesting. What did you guys talk about? We talked about his travels, his favorite places. അപ്പോൾ അവിടെ ആ ടോക്ട് എന്നൊക്കെ ഉള്ള ശ്രദ്ധിക്കുക. And his experiences so far. That sounds fascinating. I wish I could travel like that someday. അപ്പോൾ അവിടെ ആ ഐ വിഷ് ഐ കുഡ് ട്രാവൽ ലൈക്ക് ദാറ്റ് സംഡേ ശ്രദ്ധിക്കാം. അപ്പം അടുത്ത ആൾ പറയാണ് യു ക്യാൻ. ഓക്കെ, യു ക്യാൻ. എന്നിട്ടോ യു ജസ്റ്റ് ഹാവ് ടു സേവ് അപ്പ് സം മണി ആൻഡ് മേക്ക് എ പ്ലാൻ. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് ക്യാഷ് സേവ് ചെയ്യുക, എന്നിട്ടോ ഒരു പ്ലാൻ ഉണ്ടാക്കുക. യാ, യു ആർ റൈറ്റ്. ഐ വിൽ സ്റ്റാർട്ട് സേവിങ് നൗ so I can go on my own adventure someday. അന്നേരം എന്ത് പറയുന്നു? നീ പറഞ്ഞ ശരിയാണ്. ഐ വിൽ സ്റ്റാർട്ട് സേവിങ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യും, സേവ് ചെയ്യാൻ തുടങ്ങും. നൗ സോ ഐ ക്യാൻ ഗോ ഓൺ മൈ അഡ്വെഞ്ചർ സംഡേ. എന്നിട്ടോ ധാരാളമായിട്ട് എനിക്ക് അഡ്വെഞ്ചറിന് പോകാൻ കഴിയും. ഇപ്പം എന്താ പറയുന്നത്? ദാറ്റ്സ് ദ സ്പിരിറ്റ്. അതാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കാം. അപ്പോൾ നോക്കൂ, ഇനി അയാൾക്ക് പോകാനുള്ള ആഗ്രഹത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. താങ്ക്സ് ഫോർ ദ എൻകറേജ്മെൻറ്റ്, ഐ നീഡഡ് ദാറ്റ്. ആ ഒരു എൻകറേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ പ്രചോദനം അത് എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടായിരുന്നു. നോ പ്രോബ്ലം, വി ആർ ഓൾവേസ് ഹിയർ ടു സപ്പോർട്ട് ഈച്ച് അതർ. അപ്പോൾ എൻകറേജ്മെൻറ്റ് ആവശ്യമുണ്ടായെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അത് നമ്മളെ എപ്പോഴും അതിനു വേണ്ടി പുറകിൽ തന്നെയുണ്ട്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക്സ് ഫ്രണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. അപ്രീഷിയേറ്റ് മോദിക്കുന്നു. താങ്ക്സ്, നന്ദിയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ അവന് പോകാനുള്ള ആഗ്രഹത്തെ പറയുമ്പം എന്ത് പറയുന്നു? യു ജസ്റ്റ് ഹാവ് ടു സേവ് അപ്പ് സം മണി ആൻഡ് മേക്ക് എ പ്ലാൻ. യാ, യു ആർ റൈറ്റ്. I will start saving now so I can go on my own adventure someday. അപ്പോൾ പറയുന്നു that's the spirit. It's never too late to start planning for the future.
താങ്ക്സ് ഫോർ ദ എൻകറേജ്മെൻറ്റ്, ഐ നീഡഡ് ദാറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? നോ പ്രോബ്ലം, വി ആർ ഓൾവേസ് ഹിയർ ടു സപ്പോർട്ട് ഈച്ച് അതർ. ബി പറയുന്നു ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, താങ്ക്സ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തുള്ള കോൺവെർസേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ആ വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നിങ്ങൾക്ക് ആ കോൺവെർസേഷനെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളെ പറ്റിയുള്ള കമൻസുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഞാനിവിടെ കൊടുക്കുന്ന പ്രാക്ടീസ് കൂടി ചെയ്യുക. അതായത് 2 ഫ്രണ്ട്സ് തമ്മിൽ എല്ലാ ശൈലികളും ഉപയോഗിച്ചുകൊണ്ട് 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ അവിടെ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, സൈനിങ്.